മക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. നമുക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ വരികയാണ് അല്ലെ. 2 യൂണിറ്റ് നമ്മുടെ പുസ്തകത്തിൽ 2 യൂണിറ്റ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പാദവാർഷിക പരീക്ഷ ഓണപരീക്ഷ വരികയാണ് അല്ലെ. അപ്പൊ ഓണപരീക്ഷയ്ക്ക് നമുക്ക് ഇപ്രാവശ്യം പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എങ്ങനെ വരുന്ന പരിചയപ്പെട്ടാലോ? അതിന്റെ കുറെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് സാറ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ജലീൽ മാസ്റ്റർ. നമുക്ക് നോക്കിയാലോ ഓരോ പ്രവർത്തനങ്ങളായിട്ട്. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? നഖ്താറുൽ ഹുറൂഫ വനക്തുബുൽ ജുമല. ഇവിടെ കുറെ ഹർഫുകൾ ഉണ്ട് അല്ലേ. ഷ, ത്വ, ഖ, അം, അ, റ, ത, ദ, ജ, വ, ല, മ, അ. അപ്പോ ഇവിടെ ഈ വാക്കുകൾ ഇവിടെ എഴുതി കൊടുക്കണം. എന്നിട്ട് സെന്റൻസ് എഴുതുകയും വേണം. എങ്ങനെ എഴുതണം? ഇവിടെ കുറെ വാക്കുകൾ വിട്ടുപോയിട്ടില്ലേ അല്ലെ? മന്നൻത, മന്നൻതി. നീ ആരാണ്? അപ്പൊ ഓരോരുത്തരും അവരുടെ മറുപടി ഇവിടെ എഴുതണം. അപ്പൊ ആദ്യം അവരാരാണെന്ന് എഴുതണ്ടേ? നമുക്ക് എഴുതണം അല്ലെ. എങ്ങനെ എഴുതാം? ഇവിടെ ദായ് ഉണ്ട് അല്ലെ. മൻഹാദ, ഇത് ആരാണ്? ദൂതത്താണ് അല്ലെ. ദൂതത്തുൻ. അപ്പൊ ദൂ എന്നുള്ള വാക്ക് ഇവിടെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ ദായിനെ ഇവിടെ എഴുതാം അല്ലെ. ദാ. പിന്നെ ഏത് വാക്ക് എഴുതണം? വായിനെ ഇവിടെ എഴുതണം അല്ലെ. ദൂ. പിന്നെ ദാ ഇവിടെ ഉണ്ട്. പിന്നെ ആരാ? ത. തായ് ഇവിടെ എഴുതണം. അപ്പൊ എന്ത് കിട്ടി? ദൂതത്തുനിന്ന് കിട്ടിയില്ലേ? ഇനി ദൂതത്തുനിന്ന് കിട്ടിയിട്ട് അടുത്ത ആളാരാണ്? ദൂതത്തിന് കിട്ടിയത് ഇവിടെ എഴുതുകയും വേണം കേട്ടോ. അന ദൂതത്. സാറ് കാണിച്ചു തന്നില്ലേ? അന ഈ വാക്ക് ഇവിടെ എഴുതണം. ഓക്കെ. അടുത്ത ആളാരാണ്? ഇതാരാണ്? മൻഹുവ ഹുവ ജറാദുൻ അല്ലേ. ജററ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ജാ വരണം ആദ്യം അല്ലേ. ജ. ഈ ജാ നമുക്ക് ഇവിടെ ഇടാം. പിന്നെ റാ എന്നുള്ള റാ എന്ന് പറയണ്ടേ. അപ്പൊ നമുക്ക് അലിഫിനെ ഇങ്ങോട്ട് ചേർക്കാം അല്ലെ. പിന്നെ ദാലും ചേർക്കണം. ദാല് ഇവിടെ ഇടണം. അപ്പൊ ജറാദ് എന്ന് കിട്ടും. എന്ത് കിട്ടും? ജറാദ് അല്ലെ. ആ വാക്ക് അന ജറാദ് എന്ന് മക്കൾ ഇവിടെ എഴുതണം. മനസ്സിലായോ? അടുത്തതോ ഇതാരാണ്? മൻഹുവ ഹുവ ഉസ്ഫൂറുൻ. കിളിയാണ് അല്ലെ. ഇപ്പൊ കിളിയുടെ ആ മാത്രമേ ഉള്ളൂ അല്ലെ. അങ്ങനെയല്ലേ. അപ്പൊ ആദ്യം ആ പിന്നെ സ്വ അല്ലെ. അപ്പൊ നമ്മൾ സ്വ ഇവിടെ കൊടുക്കണം. ഉസ് പിന്നെ ഫു. ഫ ഇവിടെ കൊടുക്കണം അല്ലെ. ഫൂന്നില്ലേ. അപ്പൊ നമ്മള് വ ഇവിടെ നൽകണം അല്ലെ. പിന്നെ റുൻ ഉണ്ട് അല്ലെ. റുൻ. അപ്പൊ റുൻ നമുക്കിവിടെ ചേർക്കാം കേട്ടോ. ഉസ്ഫൂറുൻ. ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം മക്കള്? അന ഉസ്ഫൂർ എന്ന് ഇവിടെ എഴുതണം. അന ഇതുപോലെ ഈ വാക്ക് കൂട്ടി എഴുതിയതിനു ശേഷം അന ഉസ്ഫൂർ എന്ന് എഴുതണം. എഴുതില്ലേ? മാഷാ അല്ലാഹ്, മബ്റൂക്ക്. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം. നമുക്ക് നിറം കൊടുക്കണം. എന്ത് കൊടുക്കണം? നിറം കൊടുക്കണം. ഏതൊക്കെ നിറം കൊടുക്കണം? അഹ്മർ, അസ്റഖ്, അഖ്ലർ അല്ലെ. അപ്പോ ഇവിടെ ഇതിൽ അഹ്മർ കൊടുക്കണം, ഇവിടെ അഖ്ലർ കൊടുക്കണം, ഇതിൽ അസ്റഖ് കൊടുക്കണം അല്ലെ. ഏത് കളർ കൊടുക്കണം? അസ്റഖ്, നീല. അപ്പൊ നീല നിറത്തിൽ മക്കള് ഇവിടെ ഇങ്ങനെ കളർ കൊടുക്കണം കേട്ടോ. ഫുൾ ഇങ്ങനെ കളർ കൊടുക്കണം. ഇവിടെയോ? അവിടെ ഏതാ കളർ കൊടുക്കേണ്ടത്? ഇതിൽ ചുവപ്പ് കൊടുക്കണം. നല്ല വൃത്തിയായിട്ട് ചുവപ്പ് കൊടുക്കണം. പിന്നെയോ? അഖ്ലർ. ഇതില് അഖ്ലർ ഏതാ? പച്ച നിറം കൂടെ കൊടുക്കണം കേട്ടോ. അത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ ഈ കോളങ്ങളിൽ ഓരോ നിറം കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ആദ്യം കൊടുക്കാം? ആദ്യം നമുക്ക് പച്ച തന്നെ കൊടുക്കാം അല്ലെ. ഇവിടെ ഇങ്ങനെ പച്ച നിറം ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഏത് പേര് എഴുതണം മക്കള്? ഈ അഖ്ലർ എന്ന പേര് ഇവിടെ എഴുതണം. മനസ്സിലായോ? അഖ്ലർ.
പിന്നെ അടുത്തത് ഇവിടെ നീല നിറം, ഈ അസ്റഖ് അല്ലെ, നീല നമ്മൾ ഇങ്ങനെ കൊടുക്കുക, അസ്റഖ് എന്ന വാക്ക് ഇവിടെ എഴുതുക കേട്ടോ. അടുത്തതോ റെഡിലെ അഹ്മർ, അപ്പൊ അഹ്മർ ഇവിടെ അടിക്കുക, ഈ അഹ്മർ എന്ന വാക്ക് എവിടെ കൊടുക്കണം, ഇവിടെ ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? അതാണ് ചെയ്യുന്നത്. ഓക്കെ. മൂന്നാമത്തെ പ്രവർത്തനം നഖ്താർ അഅ്ളാ അൽ ജിസ്മു വനക്തുബ്. ഇവിടെ ഒരു പഹയനുണ്ട് അല്ലേ, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ അവയവങ്ങളുടെ പേര് മക്കൾക്ക് അറിയില്ലേ? ഇവിടെ ഉണ്ട് കുറെ വാക്കുകൾ, റിജുലുൻ, അസദുൻ. ഈ വാക്കുകളെല്ലാം ഓരോരോ റിജുലുൻ, അസദുൻ, ഐനുൻ, അൻഫുൻ, ഇതിൽ കുറെ വാക്കുകൾ അവയവങ്ങളല്ലേ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. അതിന് മാത്രം എന്ത് ചെയ്യണം, ആദ്യം മക്കള് ടിക്ക് കൊടുക്കണം. ടിക്ക് കൊടുക്കണം. എങ്ങനെ ടിക്ക് കൊടുക്കണം? എങ്ങനെ ടിക്ക് കൊടുക്കണം? നമുക്ക് ടിക്ക് കൊടുക്കാം. റിജുലുൻ കാല് അവയവമാണ് അല്ലെ, അപ്പൊ അതിന് നമ്മളൊരു ടിക്ക് കൊടുത്തു. പിന്നെ അസദുൻ സിംഹം വേണോ? വേണ്ട. പിന്നെ ഐനുൻ കണ്ണ്, അതൊരു അവയവല്ല, അപ്പൊ അതിന് നമ്മൾ ടിക്ക് കൊടുത്തു. അൻഫുൻ മൂക്ക്, മൂക്ക് നമ്മൾ ടിക്ക് കൊടുത്തു. ഐന, ഐന എന്ന് വെച്ചാൽ എന്താ, എവിടെ എന്നാണ് അല്ലെ. ഐന് വേറെയാണ്, ഐന വേറെയാണ് കേട്ടോ. ഇത് പറ്റില്ല. റഅ്സുൻ, എന്താ റഅ്സ്, തല, അപ്പൊ നമ്മൾ ഇതിന് ടിക്ക് കൊടുക്കണം. ഫീലുൻ ആന, ആന ഒരു അവയവമാണോ? അല്ല. വർദുൻ പൂവ്, അല്ല അല്ലെ. ഉദുനുൻ, ഉദുനുൻ ചെവി, അപ്പൊ നമ്മള് ഉദുനിന് ഒരു അവയവമായതിന് ടിക്ക് കൊടുക്കണം. ഹുമാമ വേസ്റ്റ്, വേസ്റ്റ് ഒരു അവയവം അല്ലല്ലോ, അല്ല. സിന്ന് പല്ല്, പല്ലിന് നമ്മൾ ടിക്ക് കൊടുക്കണം, പല്ല അവയവം അല്ലെ. യദുൻ കയ്യ്, കയ്യിനും ടിക്ക് കൊടുക്കണം. അപ്പൊ ഇത്രയും ടിക്ക് നമ്മൾ, ഇത്രയും അവയവങ്ങളാണ് ഉള്ളത്. ഇനി ഓരോ അവയവത്തിനും നേരെ അതിന്റെ പേര് എഴുതി കൊടുക്കണം. എങ്ങനെ എഴുതി കൊടുക്കാം? ഇതേതാ, കണ്ണ് അല്ലേ. അപ്പൊ നമ്മൾ ഈ ഐൻ എന്നുള്ള വാക്ക് മക്കള് ഇവിടെ എഴുതണം. ഞാൻ ആരെ വീട്ടിലേക്ക് എഴുതണം അല്ലേ. പിന്നെയോ ചെവി, ഉസിൻ, ഉസിൻ എവിടെ, ഈ വാക്ക് ഇവിടെ എഴുതണം. മനസ്സിലായോ? പിന്നെ മൂക്ക് അൻഫ്, അൻഫ് എന്നുള്ള വാക്ക് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? പിന്നെ സിന്ന് പല്ല് അല്ലെ, സിന്ന് എന്നുള്ള വാക്ക് ഇവിടെ എഴുതണം. മനസ്സിലായോ? ഒന്നും കൂടി കാണിക്കുക സാറ്. ഇവിടെ ഏത് വരും? ഐനുൻ, ഈ വാക്ക് ഇവിടെ അല്ലെ. അൻഫുൻ ഇവിടെ, പിന്നെ ഉദുനുൻ ഇവിടെ, പിന്നെയോ സിന്നുൻ ഇവിടെ. ഓക്കെ, എഴുതില്ലേ? എഴുതണം കേട്ടോ. അങ്ങനെ എന്നിട്ട് അത് എഴുതിയതിന് ശേഷം ഒരു കാര്യം കൂടി ചെയ്യണം. ഇവിടെ ഓരോ അവയവത്തിന്റെയും ഒരു സെന്റൻസ് ഉണ്ടാക്കണം വാചകത്തില്. ഉനല്ലിഫു ദായിമൻ അൽ ഉദ്ന. പിന്നെ ഏതൊക്കെ നമ്മൾ എഴുതിയത്? അതേ വാചകം തന്നെ. ഉനല്ലിഫു ദായിമൻ എന്ത് എഴുതണം? അൻഫ, അൽ അൻഫ. ഉനല്ലിഫു ദായിമൻ എന്താണ്? അൽ അസിന്ന ഇവിടെ എഴുതണം. ഉനല്ലിഫു ദായിമൻ അസിന്ന എന്ന് ഇവിടെ എഴുതണം കേട്ടോ. അങ്ങനെയാണ് ആ പ്രവർത്തനം ചെയ്യേണ്ടത്. നാലാമത്തെ എന്താണ്? സംഭാഷണമാണ്. ഒരു ഹിവാറ് പൂർത്തിയാക്കണം മക്കൾ അല്ലെ. ആരൊക്കെ തമ്മിലാ? ജറാദും ഫറാഷത്തും തമ്മിൽ അല്ലേ. ജറാദും ഫറാഷത്തും തമ്മിൽ. ആദ്യം നമ്മുടെ ആരാ പറയണത്? ജറാദ് പറയുകയാണെന്ത്? ജറാദ് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? അത് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് നോക്കണം? ഇവിടെ നമ്മുടെ പൂമ്പാറ്റക്കുട്ടൻ പറഞ്ഞത് എന്താ? സ്വബാഹന്നൂർന്നാ. അപ്പൊ എന്തായിരിക്കും ജറാദ് പറഞ്ഞിട്ടുണ്ടാവുക? സബാഹൽ ഖൈർ അല്ലേ. ഈ വാക്ക് മക്കൾ ഇവിടെ എഴുതണം കേട്ടോ. സബാഹൽ ഖൈർ. ഇതുപോലെ വേറെ ആളുകളെ വെച്ചിട്ട് തരിക. അപ്പൊ നമ്മുടെ ജറാദ് ചോദിച്ചു കൈഫൽ ഹാൽ. കൈഫൽ ഹാൽ ചോദിച്ചു എന്ത് പറയണം? എന്ത് പറയണം? സൈൻ അൽഹംദുലില്ലാ അല്ലെ. സൈൻ അൽഹംദുലില്ലാ. ഈ വാക്ക് മക്കൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം അല്ലേ. ഇവിടെ എഴുതണം. പിന്നെ ഇവിടെ ചോദിച്ച കാര്യങ്ങൾ രണ്ടും ഇല്ല. അവരെവിടേക്കാന്ന് പോകുന്നത് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. ജറാദ് ചോദിച്ചു നീ എവിടേക്കാ? എവിടേക്കാന്നുള്ളതിന് ഏതാ വാക്ക്? ഇതെവിടെ ഉണ്ടല്ലോ, ഇല ഐന. ഇല ഐന അല്ലെ. ഇല ഐന അതെവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഇവിടെ. മനസ്സിലായോ? ഇവിടെ എഴുതണം. അപ്പൊ എവിടേക്കാ പോകണ്ടാവുക നമ്മുടെ ഫറാഷത്ത്? അല്ലെ, തേൻ കുടിക്കാൻ വേണ്ടി ഇലൽ ബുസ്താൻ,
പൂന്തോട്ടത്തിലേക്ക്. ആ വാക്ക് മക്കള് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ നമ്മുടെ അവസാനം ജറാദ് ശുക്രൻ എന്ന് പറയുന്നു. താങ്ക് യു. അപ്പൊ നമ്മുടെ ഫറാഷ് എന്ത് പറയും? അഫുവൻ. അഫുവൻ. അത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, മാഷാ അല്ലാ. അടുത്ത അഞ്ചാമത്തെ പ്രവർത്തനം നമുക്ക് എന്താണ് മക്കളെ? നക്തുബു ജുമലൻ മുനാസിബ. നക്തുബു ജുമലൻ മുനാസിബ. ഇവിടെ അനുയോജ്യ, ചിത്രത്തിന് അനുയോജ്യമായ വാചകം എവിടെയുണ്ട്? ഇവിടെ താഴെയുണ്ട് അല്ലെ? താഴെയുണ്ട്. തഷ്റബുൽ ഫറാഷത്തു അർറഹീഖ. അല്ലെ? പൂമ്പാറ്റ തേൻ കുടിക്കുന്നു. ഈ സെന്റൻസ് മക്കൾ എവിടെ എഴുതേണ്ടി വരും? എവിടെ എഴുതും? ഏതാണ്? ഇതാ, തഷ്റബുൽ ഫറാഷ് ഇവിടെ എഴുതേണ്ടി അല്ലെ? തഷ്റബുൽ ഫറാഷത്ത് അർറഹീഖ്. ഇവിടെ എന്താ? ഈ കുട്ടി പെൺകുട്ടി അല്ലെ? അൽ ബിന്ത്. ബിന്തിനെ കുറിച്ച് പറയുന്നത് ഏത് വാചകത്തിലാണ്? ഏത് വാചകത്തിലാണ്? ഇവിടെ നോക്കൂ, ബിന്തുണ്ടോ? ആ, അതായിരിക്കുന്നു. തുനല്ലിഫുൽ ബിന്തു അൽ അസ്നാന. ഈ വാചകം മക്കൾ എവിടെ എഴുതും? ഇവിടെ എഴുതണം. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ കുറെ ജോലിക്കാര് വേസ്റ്റ് പെറുക്കുക അല്ലെ? ഉമ്മാൽ, ജോലിക്കാർ. നമ്മൾ പഠിച്ച വാക്കല്ലേ? ഇതായിരിക്കുന്നു, യജ്മഉൽ ഉമ്മാൽ അൽ ഖുമാമ. ഈ വാചകം മക്കൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, ഇനി നമ്മുടെ കുരങ്ങച്ചൻ ഇരിക്കുന്നത് കണ്ടോ? കുരങ്ങച്ചൻ എന്താ തിന്നുന്നേ? പഴം. പഴത്തിന് നമ്മൾ എന്താ പറയാ? അൽ മൗസ്. അപ്പൊ യഅ്കുലുൽ ഖിർദു അൽ മൗസ്. അത് മക്കള് ഇവിടെ എഴുതണം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ പരീക്ഷ. അപ്പൊ ഇതിൽ ഒരു വാചകം ഇല്ല. അപ്പൊ ഇങ്ങനെ അധിക വാചകം തരും. അപ്പൊ അത് നമ്മൾ തെറ്റാതെ എഴുതണം കേട്ടോ. ഇതിൽ തന്നെ അടുത്ത ചോദ്യം എന്താ? വാചകം അനുയോജ്യമായ ചിത്രത്തിന് ശരിയിടുക. അല്ലെ? വാചകം വായിച്ച് അനുയോജ്യമായ ചിത്രത്തിന് ശരിയിടുക. ഇവിടെ എന്താണ്? യർഖുസു താവൂസു. താവൂസ് ആരാ? ഇതാണല്ലേ താവൂസ്. അപ്പൊ താവൂസ് ഡാൻസ് ചെയ്യുന്നു. താവൂസ് ഡാൻസ് ചെയ്യുന്നു. ഏത് ചിത്രത്തിനാണ് ടിക്ക് കൊടുക്കേണ്ടത്? ഇതിനാണോ ഇതിനാണോ? ഇതിനാണ് അല്ലെ? ഇതിനാണ് നമ്മൾ ടിക്ക് കൊടുക്കേണ്ടത്. യർഖുസു ത്വാഊസ്. അടുത്തതോ? യഷ്റബുൽ ഫീൽ. അല്ലെ? യഷ്റബുൽ ഫീൽ എന്ത് പറയാം? യഷ്റബുൽ ഫീൽ. ഫീൽ ആരാ? ഇതായിരിക്കുന്നു. ഫീൽ വെള്ളം കുടിക്കുന്നില്ലേ? അപ്പൊ നമ്മള് ഇത് കൊടുക്കും. യഷ്റബുൽ ഫീൽ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മോഡല് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, മക്കള് പരീക്ഷ നന്നായി എഴുതണം കേട്ടോ. പരീക്ഷ കഴിഞ്ഞിട്ട് സാറാ ചോദ്യത്തിന്റെ എല്ലാ ഉത്തരങ്ങൾ ചാനലിൽ വരും. അപ്പൊ മക്കൾ വന്ന് കാണണം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.